കുറച്ച് നാളുകളായിട്ട് പലരും ചോദിക്കുന്നു, എന്താണ് സമാധി? മനഃശാസ്ത്രം ഇങ്ങനെ ഒരു സംഗതി അംഗീകരിക്കുന്നുണ്ട്. സമാധി എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ സമാനാവസ്ഥ എന്നാണ് അർത്ഥം. ധി എന്ന് പറഞ്ഞാൽ ബുദ്ധി അല്ലെങ്കിൽ മനസ്സ്, സമാധി എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ സമാനാവസ്ഥ. നിങ്ങൾ കടൽ തീരത്തോ മലമുകളിലോ ഒക്കെ പോയി വെറുതെ ഇരിക്കുമ്പോൾ മനസ്സിൽ വരുന്ന മാറ്റം ശ്രദ്ധിക്കുക. നിങ്ങളൊന്നിനെ പറ്റിയും ചിന്തിക്കാതെ ഇങ്ങനെ വെറുതെ ഇരിക്കും. അത് ഒരു ചെറിയ തരം സമാധിയാണെന്ന് വിചാരിക്കുക. ബുദ്ധൻ്റെ അഷ്ടാംഗ മാർഗത്തിൽ അവസാനത്തെ സ്റ്റെപ്പാണ് സമാധി. റൈറ്റ് വ്യൂസ് തുടങ്ങി 8ാമത്തെ സ്റ്റെപ്പാണ് സമാധി. അതിന് തൊട്ട് മുമ്പുള്ള സ്റ്റെപ്പാണ് ധ്യാനം. ഈ ധ്യാനത്തെപ്പറ്റി ധാരാളം പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ധ്യാനം സക്സസ്ഫുള്ളായിട്ട് ചെയ്യുന്ന ഒരാളുടെ മനസ്സിന് ചില വ്യത്യാസങ്ങളും പ്രത്യേകതകളും വരുന്നതായിട്ട് മനഃശാസ്ത്ര ഗവേഷകർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ധ്യാനം പൂർണ്ണമാകുമ്പോഴാണ് സമാധി. അതായത് മനസ്സ് നിശ്ചലമായിട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ റിജിഡായിട്ട് ഇരിക്കുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. മനസ്സ് വളരെ ഫ്ലെക്സിബിളും അവെയറും ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ചിന്തകൾ നമ്മളെ ഇങ്ങോട്ട് വന്ന് ശല്യം ചെയ്യുന്നില്ല എന്ന് മാത്രം. നമ്മളുടെ അസ്തിത്വ ആദി ഉള്ളിടത്തോളം കാലം മനസ്സ് ഇങ്ങനെ ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കും. ആ ചഞ്ചലത പൂർണ്ണമായിട്ട് അവസാനിക്കുന്നതാണ് സമാധി. പക്ഷേ സമാധിയും അവസാനത്തെ സ്റ്റെപ്പ് മാത്രമേ ആവുന്നുള്ളൂ. ഇതിൻ്റെ ലക്ഷ്യം നിർവ്വാണമാണ്. നിർവ്വാണം എന്ന് പറഞ്ഞാൽ സമയവും അവസാനിക്കുക. അതായത് ഈ സമയവും നമ്മുടെ ഭയവും തമ്മിലൊരു ബന്ധമുണ്ട്. ഈ സമയത്തെ നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ അനുഭവിക്കുന്നത് നമ്മുടെ ഉള്ളിൽ ഭയമുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഈ സമയം പോകുന്നത് നമ്മൾ അറിയുകയില്ല. അതിനാണ് നിർവ്വാണം എന്ന് പറയുന്നത്. നിർവ്വാണാവസ്ഥയിൽ നമ്മളുടെ സെൽഫും ഇല്ല, സമയവുമില്ല. ഇതാണ് ലക്ഷ്യം. പതഞ്ജലിയുടെ അഷ്ടാംഗ യോഗത്തിൽ യമനിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാനം, സമാധി, അവിടെയും അവസാനത്തെ സ്റ്റെപ്പാണ് സമാധി. ഇതിൻ്റെ ലക്ഷ്യം യോഗമാണ്. യുജ്യത ഇത് യോഗ എന്ന് വെച്ചാൽ കൂട്ടിച്ചേർക്കൽ. അത് ജീവാത്മാവും പരമാത്മാവും ആകാം. ആധുനിക മനഃശാസ്ത്രത്തിൽ അൺകോൺഷ്യസ് മൈൻഡും കോൺഷ്യസ് മൈൻഡും ആകാം. അങ്ങനെ ഒരു യൂണിറ്റി സ്റ്റേറ്റ്ലെസ്നെസ് ആണ് യോഗം. ഇതിലേക്കുള്ള അവസാനത്തെ ഒരു സ്റ്റെപ്പാണ് സമാധി. ജൈനമതത്തിലും ഈ പല അഭ്യാസങ്ങളിലൂടെ ഒരാൾ എത്തുന്നത് സമാധിയിലാണ്. ഈ സമാധി അവസാനത്തെ സ്റ്റെപ്പാണ്. പക്ഷേ ലക്ഷ്യം ജൈനമതത്തിൽ മോക്ഷമെന്നാണ് പറയുന്നത്. അപ്പോൾ യോഗമെന്ന് പറഞ്ഞാലും മോക്ഷമെന്ന് പറഞ്ഞാലും നിർവ്വാണമെന്ന് പറഞ്ഞാലും ഏതാണ്ട് ഒരേ സംഗതിയാണ് ഉദ്ദേശിക്കുന്നത്. ഈ നമ്മളെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ചെറിയ ചെറിയ സമാധികൾ അനുഭവിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഉദാഹരണമായിട്ട് കലകളിലെല്ലാം ഒരുതരം സമാധിയുണ്ട്. ഇതിന് ഭാവസമാധി എന്നാണ് പറയുന്നത്. നാദബ്രഹ്മം അനുഭവിക്കുക എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള സമാധിയാണ്. അപ്പം നമ്മളില്ലാതാവുന്നു,
അപ്പോൾ നമ്മൾ മനസ്സ് ലയിച്ച് നമ്മൾ ഒരു പ്രത്യേക അവസ്ഥയിലെത്തുന്നു. അപ്പോൾ മനസ്സിൻ്റെ പേസ് താളം മാറുന്നു, മനസ്സിന് ലയം ഉണ്ടാകുന്നു. എല്ലാ കലകളിലും ഇതുപോലെയുള്ള ഒരു സമാനാവസ്ഥയുണ്ട്. ഇതിന് ഭാവസമാധി എന്ന് പറയുന്നു. ഭാവസമാധി ഫുൾ സമാധിയല്ല, നാദബ്രഹ്മം പൂർണ്ണമായ ബ്രഹ്മവുമല്ല. അപ്പോൾ ഇതൊരു പാർഷ്യലായിട്ടുള്ള സമാധി അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഈ പൂർണ്ണമായിട്ടുള്ള സമാധിക്ക് മുമ്പേ പല സ്റ്റെപ്പുകൾ പറയുന്നുണ്ട്. സംപ്രജ്ഞാത സമാധി, അത് കഴിഞ്ഞിട്ടാണ് അസംപ്രജ്ഞാത സമാധി അല്ലെങ്കിൽ നിർവികൽപ്പ സമാധി എത്തുന്നത്. ഈ സവികൽപ്പ സമാധിയിൽ ഞാൻ ഇങ്ങനെ സമാധിയിലാണ് എന്നൊരു തോന്നലുണ്ട്, സമയത്തെ പറ്റിയുള്ള ഒരു ബോധമുണ്ട്. നിർവികൽപ്പ സമാധിയിൽ ഞാനില്ല, സമയമില്ല. അതിനാണ് നിർവികൽപ്പ സമാധി എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ബുദ്ധിസത്തിൽ നിർവ്വാണം എന്ന് പറയുന്നത്. ഒരാൾ പല പ്രാവശ്യം ഇങ്ങനെ സമാധിയിൽ കൂടെ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എപ്പോഴും സമാധിയായിരിക്കും. അതിന് സഹജ സമാധി എന്നാണ് പറയുന്നത്. സഹജ സമാധിയിലെത്തിയ ഒരാൾ എന്തൊക്കെ ചെയ്താലും അയാളുടെ ഉൾമനസ്സ് ചഞ്ചലപ്പെടാതെ ഇരിക്കും. അതായത് അയാളുടെ ഉൾമനസ്സ് എപ്പോഴും സമാധിയിൽ തന്നെ ആയിരിക്കും. ഇതിനാണ് സഹജ സമാധി എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള സമാധി ഏതാണെന്ന് ചോദിച്ചാൽ അത് സഹജ സമാധി തന്നെയാണ്. പിന്നെ പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഈ സമാധി എന്ന് പറഞ്ഞാൽ അതിന് സന്യാസിയാകണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിൽ ചേരണം, അങ്ങനെയൊന്നുമല്ല. സാധാരണക്കാർ പലരും സമാധി അവസ്ഥകളിൽ കൂടെ പോകാറുണ്ട്. ഞാൻ ഒരിക്കൽ മഹാകവി ഉള്ളൂരിൻ്റെ വീട്ടിൽ പോകാനിട വന്നു. അപ്പോൾ ഉള്ളൂരിൻ്റെ ഒരു കൊച്ചുമകൻ എന്നെ കൊണ്ടുപോയി മഹാകവി ഉപയോഗിച്ചിരുന്ന മുറി കാണിച്ചു. അവിടെ ഒരു കട്ടിലുണ്ട്, അതിൽ തലയണ ഇങ്ങനെ ഒരൊറ്റത്ത് അടുക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, ഇത്രയധികം തലയണ എന്തിനാണ് അടുക്കി വെച്ചിരിക്കുന്നത്? അപ്പോൾ ഈ ഉള്ളൂരിൻ്റെ മകൻ പറഞ്ഞു, ഈ മഹാകവിക്ക് ഉറക്കത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു, അദ്ദേഹം രാത്രി മുഴുവൻ സമാധിയിൽ ആയിരുന്നു. അത് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഇദ്ദേഹത്തിന് ഉറങ്ങേണ്ട ആവശ്യമില്ല, ഇദ്ദേഹം തലയണെല്ലാം അടുക്കി വെച്ച് അതിൽ ചാരി ഇങ്ങനെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു, അദ്ദേഹം ഉറങ്ങായിരുന്നു ഇരിക്കുകയില്ലേ? അപ്പോൾ ഇദ്ദേഹം ചെറുമകൻ പറഞ്ഞു, അങ്ങനെയല്ല, ആരെങ്കിലും ഇദ്ദേഹത്തിൻ്റെ മുറിയിൽ കയറുകയാണെങ്കിൽ അദ്ദേഹം ചോദിക്കുക എന്തിനാണ് വന്നതെന്ന്. അപ്പം അദ്ദേഹം ഉറങ്ങുകയല്ല, പക്ഷെ അദ്ദേഹം വളരെ അലേർട്ടാണ്. ഇതിനാണ് സമാധി അവസ്ഥ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഉറക്കത്തിൻ്റെ ആവശ്യമില്ല, അദ്ദേഹത്തിന് കുറച്ച് മണിക്കൂർ ഇങ്ങനെ സമാധിയിൽ ഇരുന്നാൽ മതി. നമ്മളൊക്കെ 8 മണിക്കൂർ ഉറങ്ങുന്ന അത്ര റിഫ്രഷ്ഡ് ആയിട്ടാണ് അദ്ദേഹം രാവിലെ വരുന്നത്. അപ്പോൾ ഉറക്കത്തേക്കാൾ നമുക്ക് ആശ്വാസം തരുന്ന അല്ലെങ്കിൽ വിശ്രമം തരുന്ന ഒരു മാനസിക അവസ്ഥയാണ് സമാധി. പിന്നെ ഒരിക്കൽ ഒരു കൺട്രാക്ടർ എന്നെ കാണാം. ഈ കൺട്രാക്ടർ എന്ന് പറയുന്ന ആൾ ഈ കെട്ടിടങ്ങളൊക്കെ പണിയിക്കുന്ന ജോലി ചെയ്യുന്ന ആളാണ്. അയാൾ എന്നോട് പറഞ്ഞു, ഞാൻ പലപ്പോഴും സമാധി അവസ്ഥയിൽ പോകാറുണ്ട്, ഈ സമാധി അവസ്ഥയിൽ തന്നെ ഞാൻ ബൈക്ക് ഓടിക്കാറുണ്ട്. ഇപ്പോൾ ബൈക്ക് ഓടിക്കുന്നത് കൊണ്ട് എനിക്ക് സമാധിക്ക് ഭംഗമൊന്നും വരുന്നില്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഒരിക്കൽ ഇയാളും വേറൊരാളും കൂടെ ബൈക്കിൽ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ നല്ല സ്പീഡിലാണ് വണ്ടി ഓടിക്കുന്നത്. യാദൃച്ഛികമായിട്ട് ഈ ബൈക്ക് ഒരു ലോറിയുമായിട്ട് കൂട്ടി ഇടിച്ചു. അപ്പോൾ ഇവർ രണ്ടുപേരും തെറിച്ചു പോയി.
അപ്പോൾ ഇവർ എന്തോ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവർ റോഡിൽ വീണു. അപ്പോൾ ആളുകൾ കൂടി ഇവരെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ. അപ്പോൾ ഇവർ ചർച്ച ചെയ്തിരുന്ന വിഷയം വീണ്ടും തുടർന്ന് ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ ബൈക്കിൽ നിന്ന് പറന്നു പോയപ്പോഴും ആ ചർച്ച തുടർന്നു. നിലത്ത് വീണ് കിടന്നും ഇവർ ചർച്ച ചെയ്ത വിഷയം തുടർന്ന് ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ ഇവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാനായിട്ട് അടുത്ത് വന്നവരൊക്കെ അതിശയിക്കുകയാണ്. ഇവർ കെട്ടിടത്തിൻ്റെ പണിയുടെ കണക്കുകളും മറ്റും വളരെ താല്പര്യത്തോടെ ചർച്ച ചെയ്യുകയാണ്. അത് റോഡിൽ കിടന്നാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇയാൾ പറയുന്നത് എന്ത് സംഭവിച്ചാലും നമ്മുടെ മനസ്സിന് ഒരു കുലുക്കവും ഉണ്ടാകത്തില്ല, അതാണ് സമാധി. അപ്പോൾ ഇത് ഒരു എക്സാജറേഷൻ ആയിരിക്കാം. ഇയാൾ ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായപ്പോഴും ഈ ചർച്ച തുടർന്നു എന്ന് പറയുന്നത് കുറച്ച് അവിശ്വസനീയമായിട്ട് എനിക്ക് തോന്നുന്നു. ഏതായാലും സമാധി എന്നുള്ള സങ്കല്പം എന്താണെന്ന് ഇതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. പിന്നെ ഈ സമാധി ഇരുത്തുക എന്ന് പറയുന്നത് എന്താണ് എന്ന് പലരും ചോദിക്കുമായിരിക്കും. ഈ ഒരു മഹാനായ ഒരാൾ മരിച്ചാൽ നമ്മൾ അയാൾ മരിച്ചു എന്ന് പറയാറില്ല. ഈ മൃഗങ്ങളെ മരിക്കുകയാണെങ്കിൽ നമ്മൾ അത് ചത്തു എന്നാണ് പറയുന്നത്. പൂച്ച ചത്തു അല്ലെങ്കിൽ പട്ടി ചത്തു എന്ന് പറയും. സാധാരണ ഒരാൾ മരിക്കുമ്പോൾ നമ്മൾ മരിച്ചു എന്ന് പറയും. പക്ഷേ ഒരു ബിഷപ്പ് മരിക്കുമ്പോൾ മരിച്ചു എന്ന് പറയില്ല, തിരുമേനി കാലം ചെയ്തു എന്നാണ് പറയുന്നത്. അത് റെസ്പെക്റ്റ് കൊണ്ട് നമ്മൾ അങ്ങനെ പറയുന്നതേ ഉള്ളൂ. രാജാവ് മരിച്ചാൽ അദ്ദേഹം മരിച്ചു എന്ന് നമ്മൾ പറയില്ല, രാജാവ് നാട് നീങ്ങി എന്നേ പറയുള്ളൂ. അതുപോലെ ഒരു ആത്മീയ ഗുരു മരിച്ചാൽ നമ്മൾ മരിച്ചെന്ന് പറയില്ല, അദ്ദേഹം മഹാസമാധിയിലായി എന്നാണ് പറയുന്നത്. ബുദ്ധൻ മരിച്ചപ്പോൾ അതിനെപ്പറ്റി പറയുന്നത് അദ്ദേഹം മഹാപരിനിർവാണം പ്രാപിച്ചു എന്നാണ്. ഇത് ഒരു ആലങ്കാരിക ഭാഷയിൽ പറയുന്നതേ ഉള്ളൂ. അദ്ദേഹം മരിച്ചു എന്നുള്ളതാണ് വാസ്തവം. പിന്നെ ഈ സമാധി ഇരുത്തുക എന്ന് പറയുന്നത് എന്താണ്? ഈ പല ആളുകൾക്കും ഒരു മഹാഗുരു അല്ലെങ്കിൽ ഒരു ദിവ്യൻ മരിച്ചാൽ ആ ശരീരം സാധാരണ ആളുകളെ പോലെ കുഴിച്ചിടുകയോ ദഹിപ്പിക്കുകയോ ചെയ്യാൻ മനസ്സ് വരില്ല. കാരണം ഈ ശരീരത്തിൽ വളരെ ദിവ്യനായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ശരീരത്തിന് ദിവ്യത്വം കൽപ്പിക്കും. അപ്പോൾ സാധാരണക്കാരുടെ ശരീരം മറവ് ചെയ്യുന്നത് പോലെ ചെയ്യാതെ ഇദ്ദേഹത്തെ പത്മാസനത്തിലിരുത്തി കുഴിയിൽ ഭസ്മവും കർപ്പൂരവും ഒക്കെ ഇട്ട് നിറച്ച്, ചിലർ ഉപ്പും കൂടെയൊക്കെ ഇടാറുണ്ട്. അങ്ങനെ എന്നിട്ട് ആ കുഴി മൂടി അവിടെ ഒരു അടയാള കല്ലൊക്കെ വെച്ച്, സാധാരണ ശിവലിംഗമാണ് വയ്ക്കുന്നത്. അങ്ങനെ ഇതിനൊരു അദ്ദേഹം ഈ ശരീരം മറവ് ചെയ്ത സ്ഥലത്തിന് ഒരു മഹാത്മ്യം കൽപ്പിക്കാറുണ്ട്. പക്ഷേ ഈ മഹാഗുരുക്കന്മാർ പലവരും മരിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് ശരീരം ഒരു തരത്തിലും പ്രിസർവ് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ ദഹിപ്പിച്ച് കളയുക എന്നൊക്കെയാണ് അവർ പറയാറുള്ളത്. പക്ഷെ എന്നാലും ശിഷ്യന്മാർ അങ്ങനെ ചെയ്യാറില്ല. പലപ്പോഴും ശിഷ്യന്മാർ ഇതിനെ പ്രത്യേക ഒരു മഹാത്മ്യം കൽപ്പിക്കുകയും അദ്ദേഹത്തെ അടക്കിയ സ്ഥലം പ്രത്യേകിച്ച് മാർക്ക് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. കബീർദാസ് എന്നൊരു മഹത് വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുപോലെ ആരാധിച്ചിരുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം മരിച്ചപ്പോൾ ഈ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ തർക്കമുണ്ടായി. ഹിന്ദുക്കൾ പറഞ്ഞു ശരീരം ഞങ്ങൾക്ക് വേണമെന്ന്, മുസ്ലിങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് വേണമെന്ന്. ഇവർ തമ്മിൽ ഭയങ്കര വഴക്കായി. അവസാനം ഈ തുണി മാറ്റി നോക്കിയപ്പോൾ കബീറിൻ്റെ ശരീരത്തിന് പകരം കുറേ പൂക്കൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ പകുതി പൂക്കൾ ഹിന്ദുക്കൾ എടുത്തുകൊണ്ട് പോയി, പകുതി പൂക്കൾ മുസ്ലിങ്ങൾ എടുത്തുകൊണ്ട് പോയി. ഇങ്ങനെ ഒരു സംസാരം, ഇങ്ങനെ ഒരു ഐതിഹ്യം കേട്ടിട്ടുണ്ട്. പിന്നെ ഈ ചില ഗുരുക്കന്മാർ
ഈ മരണസമയം നേരത്തെ പറയും. അത് ഗുരുക്കന്മാർ മാത്രമല്ല, ഒരുപാട് സാധാരണക്കാരും അവരുടെ മരണസമയം കൃത്യമായിട്ട് നേരത്തെ പറയാറുണ്ട്. മിക്കവാറും തലേ ദിവസം ഒരാഴ്ച മുമ്പൊക്കെ ആയിരിക്കും പറയുന്നത്. ചിലർ ഒരു വർഷത്തിന് മുമ്പേ പറഞ്ഞെന്ന് വരും, അടുത്ത ഓണത്തിന് ഞാൻ കാണുകയില്ല എന്നൊക്കെ ചില ആളുകൾ പറഞ്ഞായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു അടുത്ത നവംബറിൽ ലോകം അവസാനിക്കുമെന്ന്. പക്ഷേ അടുത്ത നവംബറിൽ കൃത്യമായിട്ട് അദ്ദേഹം മരിച്ചു. അപ്പോൾ ഇങ്ങനെ സാധാരണക്കാർക്കും ചിലപ്പം മരണമൊക്കെ പ്രവചിക്കാൻ കഴിഞ്ഞെന്ന് വരും. അപ്പോൾ ചില ആളുകൾ മരണസമയത്ത് മനസ്സ് ശാന്തമാക്കി ഒരു സമാധി അവസ്ഥയിൽ കൊണ്ടുവന്നിട്ട് മരിക്കാറുണ്ട്. പക്ഷേ സഹജ സമാധിയിലെത്തിയ ഒരാൾക്ക് എങ്ങനെ മരിച്ചാലും ഒരു വ്യത്യാസമില്ല. ഒരു വളരെ വേദന എടുത്തായിരിക്കും മരിക്കുന്നത്, ചിലപ്പോൾ ആക്സിഡൻറ്റിലായിരിക്കും മരിക്കുന്നത്, ചിലർ ആറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തെന്ന് വരും. അപ്പോൾ ജലസമാധി എന്ന് ആളുകൾ പറയുന്നുണ്ട്. ഒരു ദിവ്യൻ ആറ്റിൽ ചാടി മരിച്ചാൽ അയാൾ മുങ്ങിച്ചെത്തുമെന്ന് പറയാറില്ല, അത് ജലസമാധി പ്രാപിച്ചു എന്ന് പറയും. പക്ഷേ ഇതിലൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല, ശരീരം നശിക്കുകയാണ് ചെയ്യുന്നത്. അതിന് നമ്മൾ ആലങ്കാരിക ഭാഷയിൽ ചില പ്രത്യേക പദങ്ങൾ ഉപയോഗിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. ചില ദിവ്യന്മാരെ തീ കൂട്ടി അതിൽ ചാടി ചാകുന്നുണ്ട്, അതിന് അഗ്നി സമാധി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിലൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഈ കത്തോലിക്ക സഭയിൽ വിശുദ്ധന്മാരുണ്ട്. ഈ വിശുദ്ധന്മാരാണോ അല്ലയോ എന്ന് പരിശോധിക്കുന്നതിന് പല മാനദണ്ഡങ്ങളിലൊന്ന് ഈ ശരീരം നശിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതാണ്. പക്ഷേ ഇത് ശരീരം നശിക്കാതിരിക്കണമെന്ന് നിർബന്ധമില്ല. അത് ഇൻകറപ്ഷൻ എന്നാണ് ഇതിന് പറയുന്നത്. അങ്ങനെ അത് ഒരു തെളിവ് മാത്രമേ ആവുന്നുള്ളൂ. ഈ പല കാരണങ്ങൾ കൊണ്ട് ഈ ശരീരം നശിക്കാതിരിക്കാം. ഈ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പല ഘട്ടങ്ങളിൽ കൂടെയാണ് ഈ ശരീരം പോകുന്നത്. റിഗർ മോർട്ടിസ് എന്നാണ് ഇതിന് പറയുന്നത്. ആദ്യം ശരീരം റിജിഡാകും. അത് മുഖത്തെ താടി ഒക്കെയാണ് ആദ്യം റിജിഡാകുന്നത്. പിന്നെ ശരീരം മുഴുവൻ റിജിഡാകും. പിന്നെ കുറച്ച് മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും ഫ്ലെക്സിബിളാകും. ഇത് പലർക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ ഗുരുക്കന്മാരെ സമാധി ഇരുത്തുന്നവർ വിചാരിക്കുന്നത് ഈ മഹത്വം കൊണ്ടാണ് ശരീരം ഫ്ലെക്സിബിൾ ആകുന്നതെന്ന്. അങ്ങനെയല്ല, ഈ ശരീരം റിജിഡാകുന്ന ഒരു സ്റ്റേജാണ്. അത് കുറേ മണിക്കൂറുകൾ, ചിലർക്ക് 1-2 ദിവസം എടുക്കും, ചിലർക്ക് ഒരു ദിവസം കഴിയുമ്പോഴേ ശരീരം വീണ്ടും ഫ്ലെക്സിബിളാകും. അത് സാധാരണ മനുഷ്യർക്കും അങ്ങനെയാണ്. ഇത് ഈ രീതിയിലാണ് ശരീരം ജീർണിക്കാൻ ആരംഭിക്കുന്നത്. ഈ ജീർണിക്കാൻ ആരംഭിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് ശരീരം വീണ്ടും ഫ്ലെക്സിബിളാകുന്നത്. ഈ കത്തോലിക്ക സഭയിലെ ഇന്ന് 300ഓളം വിശുദ്ധന്മാരുടെ ശരീരം കേടുകൂടാതിരിപ്പുണ്ട്. ഇപ്പോൾ ഗോവയിലെ സെൻറ്റ് ഫ്രാൻസിസ് സേവിയറിൻ്റെ ശരീരം ഇരിപ്പുണ്ട്. അത് 300 വർഷത്തിൽ കൂടുതൽ ആയി, 300-400 വർഷമായി. അത് അവസാനം പ്രദർശനത്തിന് വെച്ചപ്പോൾ ഞാൻ ഗോവയിലുണ്ടായിരുന്നു. ഞാൻ പോയി അടുത്ത് ചെന്ന് കുറേ സമയം നോക്കി. പിന്നെ മുഖത്തിൻ്റെ ഒരു ഭാഗം കുറേ ധരിച്ചിട്ടുണ്ടെങ്കിലും മറ്റേ സൈഡിൽ കൂടെ നോക്കിയാൽ ഇപ്പോൾ മരിച്ചു എന്നേ തോന്നുള്ളൂ. പക്ഷേ കത്തോലിക്ക സഭയുടെ വിശ്വാസപ്രകാരം ശരീരം ജീർണിക്കാതിരിക്കുന്നത് ഒരു സെയിൻറ്റിന് മാത്രമാകണമെന്നില്ല. ഇത് മാത്രം ഒരു സെയിൻറ്റ് ആണെന്നുള്ളതിന് തെളിവല്ല. എല്ലാ സെയിൻറ്റുകളുടെയും ശരീരം ജീർണിക്കാതിരിക്കണമെന്നുമില്ല. ഇത് ഒരു ഘടകം മാത്രമേ ആവുന്നുള്ളൂ. ചിലപ്പോൾ ഒരു സിദ്ധിയുള്ള ഒരാൾക്ക് വേണമെന്ന് വെച്ചാൽ ശരീരം ജീർണിക്കാതെ ഇരിക്കാൻ കഴിയുമായിരിക്കാം. അപ്പോൾ അങ്ങനെ വില്ല് ചെയ്തില്ലെങ്കിൽ അവരുടെ ശരീരം ജീർണിക്കുമായിരിക്കും. ഏതായാലും ഈ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ
അയാളുടെ ശരീരത്തിന് എന്തെങ്കിലും പ്രത്യേകത കൽപ്പിക്കണമോ എന്നുള്ളത് തർക്ക വിഷയമാണ്. ഇപ്പോൾ പ്രോട്ടസ്റ്റൻ്റ് മതത്തിലാണെങ്കിൽ, അതായത് ക്രിസ്ത്യാനികളുടെ ഇടയ്ക്ക് ഉള്ള പ്രോട്ടസ്റ്റൻ്റ് വിഭാഗത്തിൽ ദൈവമുണ്ട്, പിന്നെ യേശുവുണ്ട്, പിന്നെ വേറെ ആർക്കും ഒരു ഇമ്പോർട്ടൻസും ഇല്ല. അവർ മറിയത്തിന് ഒരു പ്രാധാന്യവും കൽപ്പിക്കുന്നില്ല, മറിയത്തോടുള്ള പ്രാർത്ഥനയില്ല, അവർക്ക് സെയിൻസ് ഇല്ല, വിശുദ്ധന്മാരില്ല. ഈ അവരുടെ കൂട്ടത്തിൽ ചിലർ മരിച്ചപ്പോൾ ഇതുപോലെ ശരീരം ജീർണിക്കാതെയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അവർ യാതൊരു പ്രാധാന്യവും കൊടുക്കാറില്ല. അങ്ങനെ ഒരു ബോഡി കിട്ടിയാൽ വീണ്ടും അവരടക്കമെന്നുള്ളതല്ലാതെ അദ്ദേഹത്തെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുക അങ്ങനെ ഒരു പരിപാടിയെ പ്രോട്ടസ്റ്റന്റ് സഭയിലില്ല. ഇപ്പോൾ ഇസ്ലാം മതത്തിലാണെങ്കിൽ നബിയുടെ കാലത്ത് ഈ മരിച്ച ആളുകളെ അടക്കി ആ ഖബർ ആരാധിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. നബി അത് നിർത്തലാക്കി. ഈ ഖബറിന് ഒരു പ്രാധാന്യവും കൊടുക്കരുതെന്ന് നബി പറഞ്ഞു. പക്ഷേ കാലക്രമേണ വീണ്ടും അവിടെ ഖബർ ആരാധന തുടങ്ങി. ഇപ്പോൾ പലയിടത്തും ജാറങ്ങളും മറ്റുമുണ്ട്. ഈ ഖബർ ഇങ്ങനെ വെച്ച് ആരാധിക്കുന്ന പതിവ് ഇസ്ലാം മതത്തിൽ പലയിടത്തും ഉണ്ട്. അത് നബി വിലക്കിയിട്ടുള്ളതാണ്. അപ്പോൾ കുറേ നാൾ കഴിഞ്ഞിട്ട് വഹാബ് എന്നൊരാൾ വന്ന് ഇത് തെറ്റാണ്, ഇസ്ലാം വിശ്വാസപ്രകാരം ഖബർ ആരാധിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ വഹാബിസം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വഹാബ് വന്ന് ഈ ഖബർ ആരാധനയൊക്കെ നിർത്തി. പക്ഷെ വീണ്ടും അത് തുടങ്ങി. ഇപ്പോൾ അടുത്ത കാലത്ത് മുജാഹിദ് എന്ന് പറഞ്ഞ് വേറൊരു പ്രസ്ഥാനം വന്നിട്ടുണ്ട്. അവരും ഒറിജിനൽ ഇസ്ലാമിലേക്ക് തിരിച്ചു പോകണം. ഈ ഖബർ ആരാധന തുടങ്ങിയതൊക്കെ അനിസ്ലാമികമാണ്, അതൊന്നും പാടില്ല എന്ന് അവരും പ്രചരിപ്പിക്കുന്നുണ്ട്. ഏതായാലും ഈ വിശുദ്ധൻ അല്ലെങ്കിൽ സിദ്ധൻ എന്ന് പറയുന്ന ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ശിഷ്യന്മാർ തമ്മിൽ പിടിയും വലിയും തുടങ്ങുക സാധാരണമാണ്. കാരണം ഒരാൾക്ക് മഹാൻ എന്നൊരു പേരുണ്ടെങ്കിൽ അയാളുടെ ശരീരം കൊണ്ടുപോയി സമാധി ഇരുത്തി അവിടെ ഒരു ക്ഷേത്രം പണിതാൽ പിന്നെ നല്ല വരവാണ്, പിന്നെ ഉത്സവമായി, പിന്നെ അത്ഭുതങ്ങൾ നടക്കുന്നതായിട്ട് പ്രചരിപ്പിക്കുക. അപ്പോൾ ഇതിനു വേണ്ടിയാണ് ഈ പലപ്പോഴും ഈ ശിഷ്യന്മാർ തമ്മിൽ ഈ ഒരു സിദ്ധൻ്റെ ശരീരം മരിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ വേണ്ടി മത്സരം നടക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സമാധി എന്താണെന്ന് മനസ്സിലാക്കുക. മഹാസമാധിയും സാധാരണ സമാധിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഭൗതികാവശിഷ്ടത്തിന് എന്തെങ്കിലും മഹാത്മ്യം നമ്മൾ കൽപ്പിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കും.